എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എർത്ത് ഡേ, ഭൂമി ദിനാശംസകൾ എന്നാണെന്നറിയില്ലേ? 2026 ഏപ്രിൽ 22 അത് ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭൂമി സംരക്ഷണത്തെ പറ്റി പറയാം. ഭൂമി സംരക്ഷിക്കുക, അതാണ് എൻ്റെ വിഷയം. അത് തന്നെയാണല്ലോ പ്രപഞ്ചഗീതയിൽ. ഭൂമി സംരക്ഷണമാണ് ഞാൻ അധികം പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വിവരിക്കാം. ഭൂമി ദിനം ഏപ്രിൽ 22 ലോകമെമ്പാടും ഭൂമി ദിനം ആചരിക്കുന്നു. ഭൂമിയുടെ സംരക്ഷണവും അവബോധവും ലക്ഷ്യമിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 1970 ഏപ്രിൽ 22 ആദ്യമായി ആചരിച്ചത്. നമുക്ക് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ, ഇല്ലേ? നമ്മുടെ അമ്മയെ പോലെ നമുക്ക് ഒരമ്മയേ ഉള്ളൂ, നമ്മളെ ജനിപ്പിച്ച അമ്മ. അമ്മ നമ്മളെ സംരക്ഷിച്ചു ഇവിടെ വരെ എത്തിച്ചു. ഇനി നമ്മൾ അമ്മയെ സംരക്ഷിക്കണം. ഭൂമി നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അറിഞ്ഞു തന്ന വരദാനങ്ങൾ വളരെ അധികമുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി തന്നെ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം പ്രവർത്തകരൊക്കെ ഉണ്ടാകും. അവരെല്ലാം എന്താ ചെയ്യണമെന്നറിയോ? ഭൂമിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ചെടി നട്ടു വളർത്തുന്നു, മരങ്ങൾ നട്ടു വളർത്തുന്നു. പക്ഷേ ആ ദിവസത്തോടു കൂടി അത് കഴിഞ്ഞു. അതിനെ ലാളിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാമല്ലോ. അതിനെ വളർത്തി വലുതാക്കി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ്. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള സംരക്ഷണം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മരങ്ങളെല്ലാം വെട്ടിക്കളയരുത്. ഇപ്പോൾ അതിനു പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ എല്ലാം ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് ഭൂമിയുടെ ഊർജം ലാഭിക്കുക. ആവശ്യമില്ലാത്ത അവസരങ്ങളിലെല്ലാം ഫാനും ലൈറ്റുകളും ഓഫാക്കുക. ഇതെല്ലാം അതിൽപ്പെട്ടതാണ് കേട്ടോ. അതായത് എനർജി നിലനിർത്തണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ സമീകൃത ആഹാരം കഴിച്ചില്ലെങ്കിൽ നെഗറ്റീവ് എനർജി വരികയും ഊർജം നഷ്ടപ്പെടും. നമുക്ക് ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ കാര്യവും എന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാം വേണം ഭൂമിക്ക്, പുഴകളും മരങ്ങളും എല്ലാം. അല്ലാണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം ഉയർന്നുയർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ല. എല്ലാ ജീവജാലങ്ങളും ഭൂമിക്ക് ആവശ്യമാണ്. ഇനി പറയാനുള്ളത് മലിനീകരണമാണ് കേട്ടോ. മാലിന്യങ്ങൾ അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ പ്ലാസ്റ്റിക്കും ജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിക്കുക. അതുപോലെ അലസമായി മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയാതിരിക്കുക. പുഴ പരിശുദ്ധമായി തന്നെ ഒഴുകട്ടെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അധികമായാൽ നമ്മുടെ ഭൂമിക്കത് ദോഷമാണ്. പ്രകൃതിദത്തമായ മണ്ണിന് ദോഷം സംഭവിക്കുന്നു. മരങ്ങളൊന്നും മുളക്കാതെ വരുന്നു, ചെടികൾ വളരാതെ വരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക. ബാഗുകളും കുപ്പികളും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ശീലമാക്കുക. സഞ്ചികളെല്ലാം, ബാഗുകളെല്ലാം തുണി സഞ്ചികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോഴും മിക്കവരും പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ശീലമാക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങളെ സ്നേഹിക്കുക. അത് വരും തലമുറയ്ക്ക് ഗുണം ചെയ്യും. പണ്ട് നമ്മുടെ നാട്ടിൽ കേരവൃക്ഷം, കേരളം എന്ന് പേര് വന്നത് തന്നെ കേരവൃക്ഷം ഉള്ളത് കൊണ്ടായിരുന്നു. ഇപ്പോൾ ചിലവർക്ക് കേരവൃക്ഷം എന്താണെന്ന് അറിയില്ല, ആ സ്ഥിതിയായിട്ടുണ്ട്. അതുതന്നെ പല വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഈ മരം മാത്രമല്ല കേട്ടോ, എല്ലാ ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്, നമ്മുടെ അമ്മയുടെ ആരോഗ്യത്തിനും നല്ലത്.
അതായത് ഭൂമി നന്നായിരിക്കും, ഭൂമിയുടെ ഹെൽത്ത് നന്നായിരിക്കും, നമ്മുടെയും ഹെൽത്ത് നന്നായിരിക്കും. വരും തലമുറയ്ക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകട്ടെ. നല്ല വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കുക, അത് മനസ്സിന് സന്തോഷം തരും. ദാ വൃക്ഷം കണ്ടില്ലേ? ഭൂമിയെ സംരക്ഷിക്കുക. ഇത് മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നിറയെ മരങ്ങളും കിളികളും അണ്ണാനും ഫലവൃക്ഷങ്ങൾ എല്ലാം ഉള്ള സ്ഥലമായിരുന്നു. അതിപ്പോൾ ദാ ഫ്ലാറ്റിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. മരങ്ങളെല്ലാം അറക്കുന്ന ശബ്ദം കേട്ടാൽ നമുക്ക് സങ്കടം വരും. കരയണ പോലത്തെ ശബ്ദം. സർപ്പക്കാവൊക്കെ ഉണ്ടായിരുന്നു. പടവുകൾ അവിടെയെല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് വണ്ടി മടങ്ങി പോവുകയാണ്. ആ കുളങ്ങളെല്ലാം മൂടുന്നു. വണ്ടി എവിടെന്നോ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല കടവുകളെല്ലാം മൂടുന്നു. ഓർമ്മയിലെ പച്ചപ്പുകൾ. ഇതെല്ലാം ഇനി എങ്ങനെ കാണാനാ? ഭൂമി നശിച്ചു, പ്രകൃതിയൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മരങ്ങളും എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നതാണ്, എല്ലാം നശിച്ചുപോയി. ഇനി ഓർമ്മ മാത്രം ആകുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരും. അധികം വൈകാതെ മുഖച്ഛായ തന്നെ മാറിപ്പോകുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ മാറ്റം, മാലിന്യം. ഓർക്കാൻ തന്നെ വയ്യ, എവിടെ ചെന്ന് അവസാനിക്കും. ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ആരോഗ്യം ഭൂമിയുടേതു കൂടിയാണ്, ഭൂമിയുടെ ആരോഗ്യം നമ്മുടേതു കൂടിയാണ്. ഭൂമിയെ സംരക്ഷിക്കുക, അതാണിതെല്ലാം പറഞ്ഞു വന്നത്. ഭൂമിയുടെ ദിവസമായിരുന്നു 22 ഏപ്രിൽ. അന്ന് മാത്രം ഓർത്താൽ പോരട്ടോ. കൂപ്പുകയോടെ ലക്ഷ്മി ശിവ്.